ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ എളുപ്പത്തിലും നല്ല വ്യത്യസ്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പോളയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല എണ്ണയില്ലാത്ത പലഹാരം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കുന്നത് ഇവിടെ മക്രോണി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു അരക്കപ്പ് അളവിൽ മക്രോണി നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. ആ സ്റ്റെപ്പൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. അതിന് ശേഷം ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ മൈദാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ബട്ടറും പൊടിയും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ അളവിൽ തന്നെ ബട്ടർ ചേർക്കണം കേട്ടോ. ഞാൻ ഫസ്റ്റ് ഇതിൽ 1/2 ടീസ്പൂണായിരുന്നു, പിന്നെ 1/2 ടീസ്പൂണും കൂടി ചേർത്തതാണ്. ഇതേ ഒരു രീതിക്കാവുന്ന സമയത്ത് നമുക്കൊരു 1/4 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ മൈദ ഇതിൽ കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കല്ലേ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കവും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ ഒന്ന് വേവിച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഓപ്ഷണലാണ്, ഞാൻ ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചേർത്തുന്നുള്ളൂ. ഇനി ഇതാ നല്ല പോലെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മക്രോണിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ടോ, ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ ഒരു ബൗളിലേക്ക് ഞാൻ ഇവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ ഇവിടെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫ്ലേവറൊക്കെ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മളിതുപോലെ ബ്രെഡാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാനിലേക്ക് ബ്രെഡ് ആ ഒരു മുട്ടയുടെ മിക്സിയിൽ മുക്കിയതിന് ശേഷം ഒന്ന് അടിയിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. താഴെയുള്ളൊരു ബേസ് ഒന്ന് നല്ലപോലെ സെറ്റ് ആവുന്ന രീതിയിൽ ബ്രെഡ് കട്ട് ചെയ്തൊക്കെ ഉണ്ടോ നമ്മളിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ മുകളിൽ മക്രോണിൻ്റെ ആ ഒരു ഫില്ലിങ്ങും കൂടി വെച്ച് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒരു ചെറിയ പീസ് ചീസ് ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ബാക്കി ബ്രെഡും കൂടി വെച്ചിട്ട് ഇത് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഇത്ര തന്നെ ഉള്ളൂ. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതിന് ശേഷം എണ്ണ തടവിയ പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. 2-3 ടീസ്പൂൺ അളവിൽ എണ്ണ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരം തന്നെയാണ്. ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന അത്രയും ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി റെസിപ്പികൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്.